ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നൊരു ബീട്രൂട്ട് മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ സത്യത്തിൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പാചകം തുടങ്ങിക്കഴിഞ്ഞാൽ വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത്. ഞാൻ എല്ലാം ഒന്നും കൂടെ പറയാം. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് കടുകിട്ട് കുറച്ച് ജീരകം ഇട്ട് സവാള, വെളുത്തുള്ളി, വറ്റൽമുളക്, പച്ചമുളക് ഇത്രയും ഇട്ട് നല്ലോണം മൂപ്പിക്കുകയാണ്. വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. ഇനി ആണ് ഓരോന്നിലേക്ക് ചേർക്കുന്നത്. പിന്നെ ഞാൻ കറിവേപ്പിലയും കൂടെ ചേർത്തായിരുന്നു, പറയാൻ മറന്നു വിട്ടുപോയി. ഇതെല്ലാം കൂടി നല്ലോണം വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് എണ്ണയിൽ. ഇനി നമുക്കിതിലേക്കൊരു നുള്ളു ഉപ്പിടാം. പെട്ടെന്ന് ആ സവാള ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഒരു ലേശം ഉപ്പിട്ടുള്ളൂ, അത്ര ഉപ്പ് മതി. ബാക്കി നമ്മൾ പിന്നെ ചേർത്തോളും. ഇനി നമുക്ക് നല്ലോണം വഴറ്റാം. നല്ലോണം വഴണ്ട് വരണം. ആ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരണം. അന്നേരമാണ് നമുക്ക് ആ പെർഫെക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. സവാള എണ്ണയിൽ തന്നെ കിടന്ന് വാടുമ്പോഴത്തേക്ക് അതൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ മെഴുക്ക് പുരട്ടിക്ക്. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് ആണ്. വെളുത്തുള്ളി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. വെളുത്തുള്ളി ഞാൻ ചേർത്തു, കാരണം പ്രത്യേക ടേസ്റ്റാണ് വെളുത്തുള്ളി ചേർക്കുമ്പോൾ, അതൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഞാനിവിടെ ബീട്രൂട്ട് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും നല്ലോണം ഇളക്കാം. നല്ലോണം വഴടണം. അതിൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാം. അപ്പോൾ ആ നല്ലൊരു ടേസ്റ്റും മണവും, ഇപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. നല്ല ആ സവാളയൊക്കെ വഴന്ന് വരുന്നതിൻ്റെ ആ നല്ല മണം വരുന്നുണ്ട്. സവാള നല്ലോണം വഴന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൊടിയെല്ലാം ചേർക്കത്തുള്ളൂ. അപ്പം വലിയ പൊടികളായിട്ടൊന്നും ഞാൻ ചേർക്കുന്നില്ല. അത്യാവശ്യം മുളക് പൊടി അത് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഞാൻ ഇത് എൻ്റെ റെസിപ്പിയാണ്. ഫസ്റ്റ് ടൈമാണ് ഞാനിത് ചെയ്യുന്നത് തന്നെ. ഞാൻ ഒരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടതാണ് സത്യത്തിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ചെയ്ത് നോക്കാമെന്ന് കരുതി ചെയ്ത് നോക്കിയതാണ്. ഇനി നമുക്കിതിലേക്ക് പൊടി ചേർക്കാം. ആദ്യം നമുക്കിതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ വേവിച്ച സമയത്ത് ബീട്രൂട്ടിൽ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ലായിരുന്നു. ഉപ്പും വെളിച്ചെണ്ണയും മാത്രമേ ചേർത്തിട്ടുള്ളായിരുന്നു. അപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലോണം വഴറ്റണം. പോരാൻ തോന്നുവാണെങ്കിൽ നമുക്ക് ഇച്ചിരിയും കൂടെ ചേർക്കാം. ഞാനിവിടെ കുറച്ചും കൂടെ ചേർക്കുന്നുണ്ട്, കാരണം അത്രയും ബീട്രൂട്ട് ഉള്ളതുകൊണ്ട് ഇത് പോരാന്ന് എനിക്ക് തോന്നി. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലോണം വഴറ്റുക. ആ ഉള്ളിയിലെല്ലാം മഞ്ഞൾപ്പൊടി നല്ലോണം പുരണ്ടിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ കുത്തലൊന്ന് മാറുമ്പം നമുക്ക് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ഞാൻ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ, വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ടിടാം. ഇനി നമുക്കിതിനകത്ത് കുരുമുളക് പൊടി ചേർക്കാം. വളരെ കുറച്ച് കുരുമുളക് പൊടി ഞാൻ ചേർക്കുന്നുള്ളൂ. കുരുമുളകായിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത കുരുമുളകാക്കിയാണ് ഇട്ടിരിക്കുന്നത്. അതൊന്ന് നമുക്ക് ചേർക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ മുളക് പൊടി കുറച്ച് ചേർത്തത്. വേണമെങ്കിൽ പിന്നെ നോക്കിയിട്ട് ചേർക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ വളരെ കുറച്ച് മുളക് പൊടി ചേർത്തത്. നമുക്ക് നല്ലോണം വഴറ്റി ആ മുളക് പൊടിയുടെ പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ എനിക്ക് മുളക് പൊടി തോരാൻ തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കുകയാണ്. നല്ലോണം വഴറ്റി ആ മുളക് പൊടിയുടെ കുത്തലെല്ലാം നല്ലോണം പച്ചക്കുത്തെല്ലാം മാറി ആ പച്ചമണമൊക്കെ മാറുന്നവരെ വഴറ്റാം. ഇനി നമുക്ക് ഇതിലോട്ട് ബീട്രൂട്ട് ചേർക്കാം. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ടാണ് ഇത്. ഞാൻ ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് വെള്ളത്തിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ടാണ്, അത് ചേർത്ത് ഇനി നമുക്ക് ഈ ബീട്രൂട്ടും സവാളയും മസാലയും എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യണം. ആ ബീട്രൂട്ടിലെല്ലാം ആ മസാലയും ആ ഉള്ളിയും എല്ലാം നല്ലോണം അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവണം. നല്ലോണം അതെല്ലാം കൂടെ ഇളക്കി കൊടുക്കാം. നല്ലോണം വഴറ്റി കൊടുക്കുക. എല്ലാ ഭാഗത്തും ബീട്രൂട്ടിൻ്റെ എല്ലാ ഭാഗത്തും അതെല്ലാം നല്ലോണം പിടിക്കുക. ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില എനിക്ക് ഏതൊരു കറി ഉണ്ടാക്കുമ്പോഴും കറിവേപ്പില ഇടുന്നത് വളരെ ഇഷ്ടമാണ്. ആ കറിവേപ്പിലയുടെ ആ ഒരു മണവും ഒരു പ്രത്യേക രുചിയാണ് കറിവേപ്പില ചേർക്കുമ്പം. നല്ലോണം വഴറ്റി നമുക്ക് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് എല്ലാം നല്ലോണം മിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു കടമയെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം നമ്മുടെ മെഴുക്ക് പുരട്ടി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി മെഴുക്ക് പുരട്ടിയാണ്. ചോറിൻ്റെ കൂടെ അടിപൊളിയാണ്. ഇത് മാത്രം മതി. ബീട്രൂട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരും ഇങ്ങനൊന്ന് ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.